നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഈ ചാനല് തുടങ്ങിയിട്ട് ഏകദേശം ഇന്ന് 10-11 എപ്പിസോഡുകളായി. ഈ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട്. കാരണം സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട്. അതുപോലെ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഇങ്ങനെയുള്ള ഇത് നിങ്ങൾക്കറിയാവുന്ന ഇങ്ങനെയുള്ള സിനിമയ്ക്കുള്ളിലെ രഹസ്യങ്ങൾ ഇങ്ങനെ പുറത്ത് കാണിക്കുന്ന തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്നത് ഇങ്ങനെയുള്ള എന്നിൽ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി അനുഭവിക്കുന്ന ഒരാളാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് തന്നെ മുരളി മോഹൻ എന്ന് പറയുന്ന ഒരു സാറ് എന്നെ വിളിച്ചു. ഇദ്ദേഹത്തിന്റെ ആവശ്യം വളരെ പെട്ടെന്ന് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തു. പക്ഷെ എറണാകുളത്ത് വന്നിട്ട് അവർക്ക് ബ്ലഡ് കളക്ട് ചെയ്യാനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെ ആ സിറ്റുവേഷനിൽ എങ്ങനെ ബ്ലഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ബ്ലഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നമ്മൾ ബ്ലഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊരു ചീനിച്ചട്ടിയാണ്. ചീനിച്ചട്ടി അല്ലേ? ചീനിച്ചട്ടി. അപ്പൊ നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി വേണം, പിന്നെ വെള്ളം വേണം, പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയാണ്, പഞ്ചസാര, ഷുഗർ. പിന്നെ ഇത് നമ്മൾ ഈ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ഒരു പൗഡറാണ്. അതായത് ഇത് ഓറഞ്ച് റെഡ് പൗഡറാണ്. സ്ട്രോബെറി റെഡ് ഇതിനെക്കാട്ടി കുറച്ചുകൂടി കളർ വരും. ഇതിപ്പോ നമ്മുടെ ഓറഞ്ച് റെഡ് ആണ്, അതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയത്. അപ്പൊ ഓറഞ്ച് റെഡ് വെച്ചിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ചെറിയ കടകളിലൊക്കെ ഇത് കിട്ടും. ഇത് ഇതിന്റെ ചെറിയ ടിന്നാണ്. ഇത് ഇതിന്റെ വലിയ ടിന്നാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെറിയ കൊച്ചു കടകളിലൊക്കെ കിട്ടുന്നതാണ്. ഇത് ബിരിയാണിക്കകത്തിരുന്ന പൗഡർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് ഓറഞ്ച് റെഡ് ഉണ്ട്, ഗ്രീൻ റെഡ് ഉണ്ട്, പലതുണ്ട്. പക്ഷെ ഓറഞ്ച് റെഡ് ആണ് ഇത്. അതേപോലെ ഇതിനെക്കൊണ്ട് സ്ട്രോബെറി റെഡ് ഇതിന്റെ ഗംഭീരമായിരിക്കും. പ്യുവർ റെഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ കുറച്ച് ഇത് വെള്ളമാണ്. വെള്ളം നമ്മൾ ഒഴിക്കുന്നു. അപ്പൊ നമുക്ക് എത്രയാണോ ബ്ലഡിന്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമുക്ക് ഇത് ഒഴിക്കാം. ഈ പഞ്ചസാര നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ബ്ലഡിന് കൊഴുപ്പായിരിക്കുമല്ലോ, ആ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ അതൊരു പഞ്ചസാര ലായനി നമ്മളിങ്ങനെ കുറുക്കി എടുക്കുകയാണ്. ടീസ്പൂണൊക്കെ ഇട്ട് കുറുപ്പിക്കുന്ന വെള്ളം ചൂടാകുന്നതനുസരിച്ച് നമ്മളൊന്ന് കൊഴുപ്പിച്ചെടുക്കണം. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. ഇതിപ്പോ ഇച്ചിരി വെള്ളം നമ്മൾ കൂടുതലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പഞ്ചസാര അത്രയും കൂടെ കുറച്ചുകൂടെ കൂടുതൽ എടുത്തു കഴിയുമ്പോഴത്തേന് ഇത് അലിഞ്ഞ് നല്ല ഒരു കൊഴുത്ത രൂപത്തിലാവും. ഇത് കുറച്ച് വെള്ളം ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കുറച്ച് വെള്ളമേ എടുത്തിട്ടുള്ളൂ എങ്കിൽ ഇത് നല്ല പോലെ കുറുകി കിട്ടും. നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷമേ
ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്ന ആരാണോ അവരുടെ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെ പൊള്ളിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലഡ് ഉണ്ടാക്കുന്നതിൻ്റെ വളരെ പെട്ടെന്ന് നമ്മളെടുത്ത് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇത് പിന്നെ എന്താ പറയുക, നമ്മൾ ഇത് തീർച്ചയായിട്ടും ഇത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഈ പൊടി ഇടാൻ പാടുള്ളൂ. വളരെ പെട്ടെന്ന് നമ്മളോട് ബ്ലഡ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു കമന്റ് വന്നത് അല്ലെങ്കിൽ ഒരാൾ വിളിച്ചതിന്റെ പുറത്ത് ചെയ്ത ഒരു എപ്പിസോഡാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഷോർട്ട് ഫിലിംസിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും അറിവ് വേണമെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എന്നിൽ അറിയാവുന്ന ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കറിയാവുന്ന എൻ്റെതായ രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണും വരെ ബൈ. സിനിമയിലൊക്കെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, പല സിനിമയിലും കുറെ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഒറിജിനൽ പോലീസ് സ്റ്റേഷൻ ആണോ? അത് എന്താ പറയാ, ചില ഏരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ മസ്റ്റായിട്ട് വേണം. എന്നാൽ നമുക്ക് ഒരു റൂമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ആ റൂമിൽ ഇന്റീരിയർ ചെയ്യണം. എങ്ങനെ അത് പോലീസ് സ്റ്റേഷൻ ആക്കാം, എങ്ങനെയാണ് അത് പോലീസ് സ്റ്റേഷൻ ആക്കുന്നത്, അത് ഒരു കലാസംവിധായകന്റെ കഴിവ് തന്നെയാണ്.